നിലമ്പൂരിൽ നാളെ വോട്ടെണ്ണലാണ്. ആര് ജയിക്കും സാർ? സ്വരാജോ ആര്യാടൻ ഷൗക്കത്തോ, അതോ അൻവർ അട്ടിമറിക്കും? ബി ജെ പിയുടെ നില എന്തായിരിക്കും? ഒരു അവസാന റൗണ്ട് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് പറയാൻ കഴിയുക? എല്ലാ മുന്നണികളും മുൾമുനയിൽ തന്നെയാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാന പോരാട്ടം കൂടെ. പക്ഷേ അവരെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു ജയിച്ചു കഴിഞ്ഞാൽ പിന്നൊന്നും പറയണ്ട. അതെ അതെ, കേരളം എടുത്ത് കീഴ്മേൽ മറിക്കും. ജനങ്ങൾ, മറ്റു മണ്ഡലങ്ങളിലുള്ള ജനങ്ങൾ പ്രാകും. രണ്ട് കയ്യും തലയിൽ വെച്ചുകൊണ്ട് നിലമ്പൂരുകാരെ പ്രാകും. അതാണ് നിലമ്പൂരുകാർ മിക്കവാറും മറ്റുള്ളിടത്തെ പ്രാക്ക് വാങ്ങാതിരുന്ന അവർക്ക് കൊള്ളാം. അപ്പോഴേ പക്ഷെ സാർ, അവർ വിശകലനത്തിൽ ഈ LDF-ന്റെ ഒരു വിലയിരുത്തലിൽ അവർ നേരിയ ഭൂരിപക്ഷത്തിനെ ജയിക്കുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അത് തന്നെ ഒരു ആത്മവിശ്വാസമില്ലായ്മയല്ലേ? അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയല്ലേ MP ഗോവിന്ദൻ തലേ ദിവസം വോട്ട് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിൻ്റെ തലേ ദിവസം RSS ബന്ധത്തെ പറ്റി പറഞ്ഞത്. പിന്നെ പോളിംഗ് നടക്കുന്നതിൻ്റെ അന്നാണ്, രാവിലെയാണ് ശിവൻകുട്ടി ഭാരതാംബ പ്രശ്നവുമായിട്ട് രാജ്ഭവനിൽ നടന്ന വിവാദമായി. ഇതെല്ലാം നമുക്ക് കൂട്ടി വായിക്കേണ്ട ചില കാര്യങ്ങളാണ്. CPM-ന് ഒരല്പം കാലിളകി, ഇത് അടി പതറുന്നോ എന്ന്. അടി പതറാതെ പിടിച്ചു നിൽക്കാൻ അവർ നോക്കും. അതിൻ്റെ ചില കളികളാണ് അവർ കളിച്ചത്. അത് തോറ്റു കഴിഞ്ഞാലും അവർക്കറിയാം പിടിച്ചു നിൽക്കാനും ഒക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കും. ആടിനെ പട്ടിയാക്കുന്നവരല്ലേ അല്ലേ? ഇവർക്കെല്ലാം അറിയാം. വർഗീയ ശക്തികളുടെ വർഗീയ ശക്തികൾ ഒത്തുചേർന്നു, വിഘടനവാദികളും പ്രതിക്രിയാവാദികളും തമ്മിൽ VD സതീശന് CPM-നെ കൊണ്ട് ഇരിക്കപ്പുറതിയില്ലാതാണ്. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. നാളെ ഈ എണ്ണുന്നതിൽ UDF-ന്റെ പ്രതീക്ഷ ഒരു 15,000-ന് 20,000 വോട്ടിനും വിജയിക്കും, ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്നാണ്. CPM-ന്റെ 1630 എന്നുള്ളൊരു കണക്കുമായിട്ട് 2000 എന്ന് വേണേൽ പറയാം. നമുക്കൊരു റൗണ്ട് ഫിഗറിൽ എത്തിക്കാം, 2000 എന്ന് പറയാം. അപ്പോൾ ആദ്യം എണ്ണുന്നത് വഴിക്കടവ് പഞ്ചായത്താണ് കേട്ടോ. വഴിക്കടവ് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്താണ്. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളതും വഴിക്കടവിലാണ്. അൻവർ കൂടുതൽ വോട്ട് പ്രതീക്ഷിക്കുന്നത് ഇവിടെ നിന്നാണ്. അതാണ് അൻവറിനുള്ളത് വഴിക്കടവിലും ചുങ്കത്തറയിലുമാണ്. ഇവിടെ രണ്ടിടത്ത്. അതായത് കാര്യമുണ്ട്, മുസ്ലിം ലീഗിന്റെ അല്പം ഇൻഫ്ലുവൻസ് ഉള്ള ഇടം കൂടിയാണ് വഴിക്കടവ്. വഴിക്കടവ് എൻ്റെ ലീഡ് വരുമ്പോൾ നമുക്കറിയാം ആര് ജയിക്കും എന്നുള്ളത് ഉറപ്പാണ്. വഴിക്കടവിലെ ലീഡിൽ അറിയാൻ പറ്റും. അതാണ് ആദ്യം എണ്ണുന്നത്, വഴിക്കടവ് പഞ്ചായത്താണ്. പിന്നെ അതുപോലെ ഇവിടെ അടി പതറിക്കഴിഞ്ഞാൽ ഈ 10-15,000 വോട്ടിന് വിജയിക്കും, ഭൂരിപക്ഷം ലഭിക്കുമെന്ന UDF-ന്റെ കണക്ക് കൂട്ടലുകളൊക്കെ തന്നെ താളം തെറ്റുകയും ചെയ്യും. പിന്നെ വഴിക്കടവിൽ കൂടിയാൽ, വോട്ട് വിഹിതം കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം ഒരു 20,000-ന് മുകളിലേക്ക് ഭൂരിപക്ഷം ഷൗക്കത്തിന് കിട്ടുമെന്നുള്ളത്. വഴിക്കടവ് നിശ്ചയിക്കും ആര് കയറി വരണം, ഭൂരിപക്ഷം എത്രയായിരിക്കും എന്നുള്ളത്. അത് ആദ്യവും എണ്ണുകയാണ്. അവസാനം വരെ കാത്തുകെട്ടി നിൽക്കണ്ട, വഴിക്കടവിൽ വെച്ച് തന്നെ അറിയാം. അപ്പൊ പിന്നെ ഈ പോസ്റ്റൽ വോട്ടുകളുടെ ഫലം വരുമ്പോൾ തന്നെ ഏതാണ്ട് ഒരു സൂചന ലഭിക്കും. എപ്പോഴും ഈ പോസ്റ്റൽ വോട്ടിൽ എണ്ണുമ്പോഴേ CPM-ന് ഒരു മുൻതൂക്കം കിട്ടാം. അത് ശരിയാണ്. പോസ്റ്റൽ വോട്ടിൽ നമ്മൾ പണ്ടൊക്കെ പറയും, പോസ്റ്റൽ വോട്ട് വന്നു കഴിഞ്ഞു CPM-ന്, അവിടെ CPM. പക്ഷെ സാർ, ഈ പാലക്കാട് സ്ഥിതി നേരെ തിരിച്ചായിരുന്നു. പോസ്റ്റൽ വോട്ട് എണ്ണിയപ്പോൾ BJP ആയിരുന്നു. അത് പഴയ രീതി മാറിപ്പോയി. പണ്ടൊക്കെ ഇല്ലേ, പോളിംഗ് 70%, 80% വന്നു കഴിഞ്ഞാൽ UDF ജയിച്ചു, ഇങ്ങനെയൊക്കെ പോളിംഗ് കൂടിയാൽ അത് UDF ആണ് എന്നൊക്കെയുള്ളൊരു കണക്കൂട്ടലുണ്ടായിരുന്നു. പോളിംഗ് കുറഞ്ഞാൽ LDF-ഉം. ഇപ്പം എന്ന് വെച്ചാൽ ഈ പണ്ട് ഈ ക്രൈസ്തവരാന്നേലും നാട്ടുപ്രദേശത്തുള്ള സ്ത്രീകളും ഒക്കെ വോട്ട് ചെയ്യാൻ പോകുന്ന അത്രയും ഉച്ചയ്ക്ക് ശേഷം പാർട്ടി വോട്ടുകളെല്ലാം രാവിലെ ചെയ്ത്. ഇപ്പം അങ്ങനൊന്നുമില്ല. രാവിലെ പോയി ചെയ്ത് ജോലി തീർത്ത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകാനായിട്ട് നോക്കുകയാണ് ഓരോരുത്തർ. അല്ല ഇതിനകത്ത് അങ്ങ് മുഴുകി നിൽക്കുകയല്ല ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുണ്ട്. കാലം മാറിയല്ലോ. ഇപ്പോഴും ആ പരമ്പരാഗതമായ ചില രാഷ്ട്രീയക്കാരുടെ രീതി അനുസരിച്ചുള്ള കണക്ക് കൂട്ടലുകളൊന്നും ഇപ്പം
ഇല്ല, അത് മാറിപ്പോയി, പുതുതലമുറയൊക്കെ വന്നു. പിന്നെ രണ്ടാമത് വോട്ടെണ്ണുന്നത് എവിടെയാണെന്ന് ചോദിക്കാൻ നോക്കണം. ലീഗിന്റെ ശക്തി കേന്ദ്രമായ പിന്നെ മൂത്തേടം പഞ്ചായത്തിലാണ്. അപ്പൊ ഈ 2 പഞ്ചായത്തിലെ വെച്ച് തന്നെ കൃത്യമെടുക്കാം. ഏതാണ്ട് വഴിക്കടവ് UDF സ്വാധീനമുള്ള ഇടമാണ്, പിന്നെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ഇടമാണ്. അപ്പം മൂത്തേടം വന്നിട്ട് ലീഗിന് ആധിപത്യമുള്ളതാണ്. അപ്പൊ ലീഗ് നിർണായക ശക്തിയായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ഇടമാണ്. ലീഗിനും കോൺഗ്രസിനും ഒരുപോലെ ഹോൾഡുള്ള മണ്ഡലമാണ് നിലമ്പൂർ. ഭാവിയിൽ ലീഗിന്റെ കയ്യിലേക്ക് ഈ മണ്ഡലവും പോകും, അതിന് സാധ്യതയുണ്ട്. അവരിത്തവണ കാര്യമായിട്ട് നിന്നു എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഇത്രയും കാലം അത് പോകാതിരുന്ന് നമുക്കറിയാം. നമ്മളെപ്പോഴും പറയാറുള്ള ആര്യാട് മുഹമ്മദിന്റെ ഒരു കഴിവില്ല. അതെ. പിന്നെ കുറഞ്ഞത് 2500 വോട്ടിന്റെ ഭൂരിപക്ഷം UDF കണക്ക് കൂട്ടുന്നുണ്ട് ഇവിടെ മൂത്തേടം പഞ്ചായത്തില്. അങ്ങനെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും UDF പിന്നോട്ട് പോയപ്പോൾ, അതായത് 2016-ലും 2021-ലും UDF ബാക്കിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ പിടിച്ചു നിന്നത് മൂത്തേടം പഞ്ചായത്തിലാണ്. ഇനി വഴിക്കടവും മൂത്തേടവും കൈവിട്ട് കഴിഞ്ഞാൽ UDFന്റെ നില പരിങ്ങലാവുകയും ചെയ്യും. അപ്പൊ ഈ 2 പഞ്ചായത്തിലൂടെ ഉറപ്പാ. വഴിക്കടവ് എന്നുമ്പോൾ ഏതാണ്ട് നമുക്ക് മനസ്സിലാക്കാം, ജയിക്കുന്ന പിന്നെ UDFന്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ ഭൂരിപക്ഷം തീർച്ചപ്പെടുത്താം. വഴിക്കടവിലാണെങ്കിൽ കണക്ക് കൂട്ടിയതിൽ നിന്നുള്ള ഭൂരിപക്ഷം വർദ്ധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ 2 കൈവിട്ട് കഴിയുമ്പോഴാണ് ഈ 2000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന CPMന്റെ അഭിപ്രായത്തിന് ഒന്നുകൂടെ ശക്തി കൂടുകയും ചെയ്യുമെന്നുള്ളത്. പിന്നെ അൻവർ പിടിക്കുന്ന വോട്ടുകളും നോക്കണം. അതെ, അൻവറിനും വഴിക്കടവിലും പിന്നെ ചുങ്കത്തറയുമാണ് കൂടുതൽ സ്വാധീനമുള്ള. അപ്പൊ ഇത് അൻവർ നമ്മൾ തുടക്കത്തിൽ കണ്ട അൻവർ അല്ല ലാസ്റ്റിൽ വന്നപ്പോഴുള്ളത്. ഒരു കാര്യം ഓർക്കണം, മണ്ഡലത്തിലെ കാര്യങ്ങളും ജനങ്ങളുടെ പ്രശ്നങ്ങളും മുഴുവൻ പറഞ്ഞത് ഒരാളെ ഉള്ളൂ അവിടെ, അത് അൻവറായിരുന്നു. ബാക്കിയുള്ളവരെല്ലാം പോയി ഗാസയിലും പശ്ചിമേഷ്യയിലും ഇറാനിലും അവിടുത്തെ കാര്യം പറയരുതെന്നല്ല നമ്മൾ പറയുന്നത്. ഇവിടെ കഞ്ഞി കുടിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന അന്താരാഷ്ട്ര വിഷയങ്ങൾ അവിടെ എങ്ങനെ ഉന്നയിക്കാൻ തോന്നുന്നു? അവിടെ വന്യമൃഗശല്യം വളരെ രൂക്ഷമാണ്. കർഷകരുണ്ട് അവിടെ. അതെ, കുടിയേറ്റ കർഷകരാണ്. അവരുടെയൊക്കെ സ്ഥിതി, അവർക്ക് നേരെ ഉയരുന്ന ഭീഷണി, ഈ വന്യമൃഗങ്ങളുടെ ആക്രമണ ഭീഷണി, ചർച്ച ചെയ്യേണ്ടതിന് അവിടെ ഗാസയിലെ ഭൂമിയിൽ ദുരിതം അനുഭവിച്ചു കഴിയുന്നവരെ പോലെ ദുരിതം അനുഭവിക്കുന്നവരാണ് ഇവരും മനുഷ്യരിൽ നിന്നല്ല, വന്യമൃഗങ്ങളിൽ നിന്നാണ്. അത് അത് അൻവർ അത് അപ്ലൈ ചെയ്തു. ആ പ്രശ്നമാണ് അൻവർ ഉന്നയിച്ചുകൊണ്ട് അത് അഡ്രസ് ചെയ്തു. ഈ പാവം പിടിച്ചവരുടെ വീട്ടില് പിന്നെ അടുക്കള പുകയുണ്ട്, അതിനെപ്പറ്റിയല്ലേ പറയേണ്ടത്? അത് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ പറ്റാത്ത സർക്കാർ സത്യത്തിൽ എന്ത് പറയാനാണ് അവർ? ഈ CPMനൊക്കെ യാതൊരു ഉളുപ്പുമില്ല. അവിടെ പോയി നിന്ന് വലിയ താത്വിക അവർ പറയുന്നത് കുറ്റം കേന്ദ്രത്തിനാണ്. കേന്ദ്രം വനനിയമം ഭേദഗതി ചെയ്യുന്നില്ല. ഇത്രയും കാലം ഇതൊന്നും ഭേദഗതി ചെയ്യാതെ മുന്നോട്ട് പോയി. ഇപ്പോൾ ഈ വന്യമൃഗശല്യം രൂക്ഷമാകുമ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് കണ്ടെത്തി അതിന് പരിഹാരം കാണേണ്ടത് തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരാണ്. അതിനാണ് ഇവിടെ ഒരു വനം വകുപ്പുള്ളത്. എത്ര വനം വകുപ്പ് മന്ത്രിയായ ശശീന്ദ്രൻ, പുള്ളിക്ക് വയ്യ, പുള്ളിക്ക് അനാരോഗ്യമുണ്ട്, ഇപ്പം എനിക്ക് തോന്നുന്നു ഓർമ്മക്കുറവൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പുള്ളി അവിടെ പിന്നെ ആന ചവിട്ടി മനുഷ്യൻ മരിച്ചു വീണുകൊണ്ടിരിക്കുമ്പം കോഴിക്കോട്ട് പുള്ളി നൃത്തം ചവിട്ടുകയാണ്. ഒന്നാലോചിച്ച് നോക്കി, എത്ര ഉത്തരവാദിത്വമാണ് ഉള്ളത്. അപ്പം അൻവർ ഇത് കാര്യമായി ഈ വിഷയം അവിടെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതിൽ അൻവറിന് വിജയവും ഉണ്ട്. അൻവർ പിന്നെ വോട്ട് പിടിക്കുന്നത് ഇരു മുന്നണികൾക്കും തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. BJP പിന്നെ അവരുടെ വോട്ട് നിലനിർത്തും എന്നുള്ളൊരു കണക്കുകൂട്ടലാണ്. നമ്മളങ്ങനെ ഒരു ചതുഷ്കോണമെന്ന് നമ്മളെ വലിയ അറിയപ്പെടുന്ന ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണല്ലോ അവിടെ മത്സരിക്കുന്നത്. അതുകൊണ്ട് നമ്മളത് പറയുന്നു, ഒരു ചതുഷ്കോണമാണ് എന്നും. മത്സരം ശരിക്കും LDF-ഉം UDF-ഉം തമ്മിൽ നേരിട്ടാണ്. അതിനകത്ത് അൻവറിനൊരു ചെറിയ റോളുണ്ട്.